ഇടുക്കി തൊടുപുഴ ഇല്ലിചാരി മലയിൽ വൻ തീപിടുത്തം. ഫയർഫോഴ്സിന് എത്താൻ പറ്റാത്ത സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ നാട്ടുകാർ തീ കെടുത്തിയിരുന്നു. വെയിൽ കനത്തതോടെ കനലുകളിൽ നിന്ന് വീണ്ടും തീ പടരുകയാണ്. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്, ഞങ്ങളുടെ പ്രതിനിധി. ജോസിൽ, ഈ തീപിടുത്തം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇല്ലിചാരി മല എന്ന് പറയുന്നത് വനമേഖലയ്ക്കടുത്താണോ? ജനവാസ മേഖല എത്ര ദൂരെയാണ്? എങ്ങനെയാണ് ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? സിജു, ഞാനിപ്പോൾ നിൽക്കുന്ന പരിസരത്ത് നിന്നും ഏകദേശം 2 കിലോമീറ്റർ അപ്പുറം നിന്നാണ് തീ പടർന്നു പിടിച്ചു വന്നത്. ഇപ്പോൾ ഈ പരിസരത്ത് വരെ തീ കത്തി ഇറങ്ങി വരികയായിരുന്നു. ഇവിടെ നാട്ടുകാരാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫയർ സാധിക്കാത്ത തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഇവിടെ ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്നാകെ കൂട്ടായി 100 ആളുകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ തീ കെടുത്തുന്നതിന്, അതായത് കന്നാരയ്ക്ക് അടിക്കാനുള്ള ഓസ് പമ്പ് ചെയ്ത് അവർ തന്നെ വെള്ളം എത്തിച്ച് ഇവിടെ തീ കെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം ഈ ഭാഗത്തെ തീ കെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തീ കത്തിപ്പടർന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇന്നലെ പുലർച്ചെ വരെ, രാത്രി മുഴുവൻ, ഇന്നലെ പകൽ 10 മണിക്ക് തീപിടുത്തം ആരംഭിച്ചതാണ്. അതിനുശേഷം രാത്രി പുലർച്ചെ 4 മണിയോടുകൂടിയാണ് തീ കെടുത്തി ആളുകൾ തിരിച്ചിറങ്ങി പോകുന്നതാണ്. ഇപ്പോൾ വീണ്ടും കനലുകളിൽ നിന്നാണ് തീ വീണ്ടും പടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ തീ ഇപ്പം ജോസിൽ, ഈ ഇല്ലിചാരി മല എന്ന് പറയുന്നത് ജോസിൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരം തന്നെ ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് ജനങ്ങൾക്ക് ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിലേക്ക് വീണ്ടും തീ പടരാനുള്ള ഒരു സാധ്യത കൂടി കാണേണ്ടതുണ്ട്. നിലവിൽ നാട്ടുകാരടക്കം ഫയർഫോഴ്സും ഒക്കെ അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. മറ്റു മേഖലകളിലേക്ക് തീ പടരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട് ഇല്ലിചാരി മല എന്ന് പറയുന്ന സ്ഥലം? ഇവിടുന്ന് ഒരു ഏകദേശം കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനവാസ മേഖലയാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ താഴെ ഭാഗത്തോട്ട് അവിടെ ജനങ്ങൾ താമസിക്കുന്ന, വീടുകൾ വെച്ച് താമസിക്കുന്ന പ്രദേശമാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് ആളുകൾ ഇവിടെ വകഞ്ഞു വെച്ചും അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങളെല്ലാം നമ്മളോടൊപ്പം ഒരു പൊതുപ്രവർത്തകനായ അനന്തു ചേരുകയാണ്. അനന്തു വിശദീകരിക്കും. കരികുന്നം ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഇല്ലിചാരി പഴയമറ്റം ഭാഗത്തു നിന്ന് ഇന്നലെ രാവിലെ ഒരു 10:30 കൂടിയാണ് തീ കത്തിത്തുടങ്ങിയത്. അവിടുന്ന് നാട്ടുകാരെല്ലാം കൂടി തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും കാറ്റ് വീശിയതിനെ തുടർന്ന് നമ്മുടെ പാറയുടെ അടിത്തട്ടിലൂടെ ഒരു പാറയുടെ മലമുകൾ മുഴുവൻ കത്തുകയും അതിനുശേഷം ഇപ്പം ആ പാറയുടെ മറുവശമായ കാട്ടോലി ഭാഗത്തേക്ക് തീ ഇറങ്ങുന്നൊരു സ്ഥിതി ഉണ്ടായി. ഇന്നലെ രാത്രി ഏകദേശം വെളുപ്പിന് 4 മണി വരെ ഇവിടുത്തെ നാട്ടുകാരായ എല്ലാവരും കൂടി ചേർന്ന് തീ കെടുത്തിയതിന് ശേഷമാണ് നിലവിൽ ഇറങ്ങിപ്പോയത്. എന്നാൽ രാവിലെ ഒരു 6:30 കൂടി തന്നെ തീ വീണ്ടും ആളിക്കത്തുകയും ഇവിടെ സമീപ പ്രദേശത്ത് തന്നെ നമ്മുടെ വീടുകളിന് സമീപം തന്നെ തീ കത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അത് നമ്മൾ കൃത്യമായി തന്നെ ഇവിടെ ഫയർഫോഴ്സിനെയും മറ്റ് ഭരണ അധികാരികളെയെല്ലാം നമ്മൾ അറിയിച്ചതാണ്. എന്നാൽ ഫയർഫോഴ്സിന് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായി. ഇന്നിപ്പം നേരം വെളുത്തതിന് ശേഷം ഇവിടെ വീണ്ടും തീ കത്തിയ സാഹചര്യത്തിൽ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടിയാണ് നമ്മൾ കന്നാരയ്ക്ക് വെള്ളമടിക്കുന്ന ഓസ് ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളം എത്തിച്ച് നമ്മളിവിടെ ശരി ജോസിൽ, വലിയ തരത്തിൽ ഇടുക്കി തൊടുപുഴ ഇല്ലിചാരി മലയിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ പുലർച്ചെയാണ് തീപിടുത്തം തുടങ്ങിയത്. പക്ഷേ ഫയർഫോഴ്സിന് പോലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. തീ ഒരുവിധം കെടുത്തിയതാണ്. പക്ഷേ വീണ്ടും ഇന്ന് രാവിലെ തീ പടരുന്ന സാഹചര്യമാണ്. ഏതായാലും നാട്ടുകാരടക്കം സ്ഥലത്തെത്തി തീ കെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് തൊടുപുഴയിൽ നിന്നും ജോസിൽ സെബാസ്റ്റ്യൻ നൽകിയത്.